ഹലോ ഗായ്സ്, ഞങ്ങളിന്ന് ഹോസ്പിറ്റലിൽ വന്നിരിക്കുവാണേ. ഇന്ന് നോക്കിയിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് മാറ്റിയേക്കാവുന്ന ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡോക്ടറെ കാണാൻ വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. പുള്ളി നോക്കിയിട്ട് പറഞ്ഞു ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് സ്റ്റിച്ച് മാറ്റിയേക്കാം. അവിടുന്ന് ഞങ്ങൾ കാഷ്വാലിറ്റിയിലുള്ള ഡ്രസ്സിങ് റൂമിൽ വന്ന് അവിടെയാണ് സ്റ്റിച്ച് അടിക്കുന്നത്. നേഴ്സ് വന്ന് ഫസ്റ്റ് ആ കൈയുടെ ആ ഭാഗത്തുണ്ടായിരുന്ന ഗ്ലൂ എല്ലാം തുടച്ചു മാറ്റി കേട്ടോ. അത് ആ ഒട്ടിയിരിക്കുമ്പോൾ ഭയങ്കര തിക്കായിട്ടിരുന്നിട്ടേ ഫുൾ ഗ്ലൂ ആയിരുന്നു. അമലുവാണെങ്കിൽ എൻ്റെ കയ്യിൽ ഇറുക്കി പിടിച്ചേക്കുമായിരുന്നു കേട്ടോ. ആദ്യമൊക്കെ ഇത്തിരി ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, അമ്മ വേണോ പൊട്ടിക്കണോ എന്നൊക്കെ. കണ്ടില്ല, അത് ആ മുഖത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ നല്ലൊരു ചെറിയ ചിരിയോടെയാണ് ഇരുന്നത്. പക്ഷേ ആദ്യത്തെ പൊട്ടിച്ചപ്പം തന്നെ ആളുടെ വിധം മാറി. ആൾ കരയാൻ തുടങ്ങി. ആൾക്ക് വേദനയുണ്ടായിരുന്നു ഫസ്റ്റ് സ്റ്റിച്ച് പൊട്ടിച്ചപ്പോൾ. അപ്പം തന്നെ ഞാനും പേടിച്ചു പോയി, കാരണം ഇനി അങ്ങോട്ടേക്ക് ഫുൾ കരച്ചിലായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ഭാഗ്യത്തിന് എന്തായാലും അത് അവൾ അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. ഓക്കെ, പിന്നെയൊക്കെ അവിടെ നിന്ന് എൻ്റെ മുഖം മാറിയത് കൊണ്ടിട്ടാണോ എന്നറിയാൻ വയ്യ. ഇല്ലമ്മ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ആശ്വസിപ്പിച്ച്. പിന്നെ സിസ്റ്റർ ആണെങ്കിലും ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു. പുള്ളിക്കാരി കുറേ കാര്യങ്ങൾ എന്ത് പറ്റിയതാണെന്നൊക്കെ ചോദിച്ച് അവളെ കൊണ്ട് തന്നെ എല്ലാം പറയിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആൾ ആ വർത്തമാനം പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഇതിനെല്ലാം മറന്നുപോയി. ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം പറയട്ടെ. കഴിഞ്ഞ വർഷം ഏപ്രിലാണ് മോള് വീഴുന്നതും കൈക്ക് ഫ്രാക്ചർ പറ്റുന്നതും. എന്നെ വിഷമിപ്പിച്ച ഏറ്റവും വലിയ കാര്യം മോള് വീണതോ ഫ്രാക്ചർ വന്നതോ സർജറി ചെയ്തതോ ഒന്നുമല്ല. കഴിഞ്ഞ വർഷം റീജിയണൽ സ്പോർട്സ് സെൻറ്റർ കടവന്ത്രയിലാണ് കേട്ടോ മോള് ബാഡ്മിൻ്റണിന് ചേർന്ന് അവിടെ രണ്ടാമത്തെ ദിവസം തന്നെ വീണത്. അവരെന്നെ അവിടെ നിന്ന് വിളിച്ചിട്ട് ഇതേപോലെ മോള് വീണു, മോളുടെ കൈക്ക് ഫ്രാക്ചർ ഉണ്ട്, പെട്ടെന്ന് വരുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ശരി, ഞാൻ വരാമെന്ന് പറഞ്ഞ് അവിടെ ചെന്ന് മോളെയും കൊണ്ട് നേരെ ഓപ്പോസിറ്റുള്ള ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിൽ ചെന്നിട്ട് സർജറിയൊക്കെ ഫിക്സ് ചെയ്തത് അങ്ങനെയാണ്. പക്ഷേ പിന്നെ ഒരിക്കൽ പോലും ഉണ്ടല്ലോ അവിടെ നിന്ന് വിളിച്ചിട്ട് മോക്ക് എങ്ങനെയുണ്ട്, കൈക്ക് വല്ല സർജറി വേണ്ടി വന്നോ അതോ പ്ലാസ്റ്റർ ഇട്ടോ എന്ന് അവർ വിളിച്ചു പോലും അന്വേഷിച്ചില്ല. അവിടെ വെച്ചൊരു കുട്ടിക്ക് ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുമ്പോൾ അതിനെന്ത് സംഭവിച്ചു എന്ന് അന്വേഷിക്കാനുള്ള ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വം അവർക്കുണ്ടായിരുന്നില്ലേ? അതവർ ചെയ്തില്ല. എന്തായാലും മോളുടെ കൈ ഓക്കെ ആയില്ലേ? അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.